ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നോമ്പുതുറ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു വടയാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള വടയെന്ന് വെക്കുമ്പോഴത്തേക്ക് ഡൗട്ട് വേണ്ട, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. നോമ്പുതുറയ്ക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണത്. അപ്പോൾ വളരെ എളുപ്പത്തിന് തന്നെ നമുക്കത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ വട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മസാല കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല മാത്രമായാലും മതി. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവ് കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ മൈദ ആയാലും മതി. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടിത് കുഴച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ വടയുടെ ഷേപ്പിൽ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക. വടയുടെ ഷേപ്പിൽ ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ വട എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കഴിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. നല്ല ക്രഞ്ചിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്